ഹായ് ഹലോ കൂട്ടുകാരെ, ഇഷ്ടം മാത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലകറങ്ങി വീണ രചനയെ പരിചരിക്കാൻ മുറിയിൽ കൂട്ടിയിരിക്കുകയാണ് മഹേഷ്. ഈ സമയത്ത് ചുറ്റിക്കറങ്ങിയതിന് ശേഷം ആകാശ് മുറിയിലേക്ക് എത്തുന്നു. മഹേഷിനെ കണ്ട ഉടനെ തന്നെ ആകാശ് ചോദിക്കുകയാണ്, നിനക്കെന്താണ് ഈ മുറിയിൽ കാര്യമെന്ന്. എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഇവളെന്നും അതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നതെന്നും ഇത് ചോദിക്കാൻ നീ ആരാണെന്നും മഹേഷ് ആകാശിനോട് തിരിച്ചു ചോദിക്കുന്നു. ആകാശിന് മറുപടി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ആകാശ് കോപത്തോടു കൂടി റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. കുറച്ചു കഴിഞ്ഞ് മഹേഷ് പോയതിനു ശേഷം ആകാശ് റൂമിലേക്ക് എത്തുന്നു. രചനയുടെ റൂമിലെത്തിയ ആകാശ് രചനയോട് പറയുന്നു, ഞാൻ ഇക്കാര്യങ്ങളെല്ലാം ഇഷിതയെ വിളിച്ച് പറയും. എന്നാൽ തനിക്ക് വയ്യാത്തത് കൊണ്ടാണ് മഹേഷ് ഇവിടെ കൂട്ടിയിരുന്നതെന്ന് രചന ആകാശിനോട് പറയുന്നു. ഇതൊന്നും ആകാശ് കേൾക്കുന്നില്ല. രചന ആകാശിൻ്റെ ഫോൺ തട്ടി മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും ആകാശ് വീഴുന്നില്ല. ആകാശ് ഇഷിതയെ വിളിച്ചു. എന്നാൽ ഇഷിതയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഇഷിതയെയാണ്. ആശുപത്രിയിലിരിക്കുന്ന ഇഷിത തലേ ദിവസം ഫ്ലാറ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇഷിത അഷിതയെ ഫോൺ വിളിക്കുന്നു. ആശുപത്രിയിലോട്ടൊന്ന് വരണമെന്നും തനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും ഇഷിത അഷിതയോട് പറയുന്നു. അതിനുശേഷം അഷിത ആശുപത്രിയിലേക്ക് എത്തുകയും ഫ്ലാറ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇഷിത അഷിതയോട് പറയുകയും ചെയ്യുന്നു. തനിക്ക് സംഭവിച്ചത് എന്ന രീതിയിലല്ല പറയുന്നത്, മറിച്ച് തൻ്റെ ഒരു കൂട്ടുകാരിക്ക് സംഭവിച്ചത് എന്ന രീതിയിലാണ് ഇഷിത ഫ്ലാറ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ അഷിതയോട് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആ കൂട്ടുകാരിക്ക് ഈ കാര്യങ്ങളൊക്കെ അവളുടെ ഭർത്താവിനോട് തുടർന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഇഷിത അഷിതയോട് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും ഭർത്താവിനോട് കാര്യങ്ങൾ പറയണമെന്നും വേണമെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കണമെന്നും അഷിത ഇഷിതയോട് ഉപദേശിക്കുന്നു. ഇതെല്ലാം കേട്ടുനിന്ന് ഇഷിതയുടെ മറ്റൊരു പേഷ്യൻറ്റിൻ്റെ മകൾ കൂടി അഷിത പോയി കഴിഞ്ഞതിന് ശേഷം ഇഷിതയുടെ അടുത്തേക്ക് എത്തുന്നു. തൻ്റെ ജീവിതത്തിലും ഇതുപോലുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും പക്ഷേ പേടി കാരണമാണ് താൻ ഇക്കാര്യങ്ങളൊന്നും പുറത്തു പറയാത്തതെന്നും ഡോക്ടർ ഇക്കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കും ഒരു ധൈര്യം വന്നെന്നും ആ കുട്ടി ഇഷിതയോട് പറയുന്നു. തൻ്റെ പേര് മയൂരി എന്നാണെന്നും കൈലാസ് എന്ന് പറഞ്ഞൊരാൾ തന്നെയും ഈ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ആ കുട്ടി പറയുന്നു. പിന്നീട് കൈലാസിൻ്റെ ഫോട്ടോ കൂടി ഇഷിതയെ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൈലാസിനെതിരെയുള്ള ഒരു മികച്ച ആയുധമാണ് ഇഷിതയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇഷിത, ഞാൻ ഈ കാര്യങ്ങൾ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തരാം എന്ന് പറഞ്ഞ് ഇഷിത മയൂരിയെ മടക്കി അയക്കുന്നു. അതേസമയം ഇന്ന് രാത്രിയിൽ ഇഷിതയെ കൊടുക്കാനായി പുതിയ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് കൈലാസ്. അതിനുവേണ്ടി മഞ്ജിമയോടും അമ്മയോടും ഒരു സിനിമയ്ക്ക് പോകാനുള്ള ടിക്കറ്റ് കൂടി കൈലാസ് എടുത്തു കഴിഞ്ഞു. അമ്മയുടെ മൂടൊന്ന് മാറുന്നതിന് വേണ്ടി ഒരു ടിക്കറ്റ് എടുക്കുകയാണെന്നാണ് കൈലാസ് പറയുന്നത്. ഉറപ്പായിട്ടും ഇന്ന് രാത്രി ഇഷിതയെ ദ്രോഹിക്കാനുള്ള പുതിയ പദ്ധതികളാണ് കൈലാസ് ആസൂത്രണം ചെയ്യുന്നത്.